എല്ലാവർക്കും നമസ്കാരം. സയന്റിഫിക് അസിസ്റ്റന്റ് പത്തോളജി ക്വാളിഫിക്കേഷൻ MSc കെമിസ്ട്രിയും MSc സുവോളജിയും. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഈ പത്തോളജി കിടക്കുന്നത് കൊണ്ട് സിലബസിനകത്ത് പത്തോളജി ടോപ്പിക് എല്ലാം വരുമോ. പക്ഷെ എന്നിട്ട് ഞാൻ പറയുമായിരുന്നു, പത്തോളജി ടോപ്പിക്കാണ് വരുന്നതെങ്കിൽ ക്വാളിഫിക്കേഷൻ അകത്ത് MSc MLT വെച്ചേനെ, അത് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, PG ലെവൽ സുവോളജിയും PG ലെവൽ കെമിസ്ട്രിയും പഠിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഈ കോഴ്സ് മാസ്റ്റർ കി അക്കാഡമി കണ്ടക്ട് ചെയ്തപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്തത് അത് തന്നെയാണ്. PG ലെവൽ കെമിസ്ട്രിയും PG ലെവൽ സുവോളജിയും PG ലെവൽ കെമിസ്ട്രിയും PG ലെവൽ സുവോളജിയും നന്നായി പഠിപ്പിച്ചു. നമ്മൾ സയന്റിഫിക് ഓഫീസർ പരീക്ഷയിലെ ഫോറൻസിക്കിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഡോക്യുമെന്റ്സ്, ഈ 4 പരീക്ഷയും PG ലെവലായിരുന്നു, അറിയാമല്ലോ. അതിനെ ഷോർട്ട് ലിസ്റ്റ് വന്നു, ഇന്റർവ്യൂ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് അത് നമ്മുടെ ഓൺ സ്റ്റുഡൻസ് ആണ്. മാസ്റ്റർ കി പഠിച്ചവർ മാത്രമാണ് കൊടുക്കുന്നത്, മാസ്റ്റർ കി അക്കാഡമിയിലാണ്. എനിക്ക് തോന്നുന്നു സുവോളജിയിൽ 10-ൽ 7 പേരും കെമിസ്ട്രിയിൽ 10-ൽ 5 പേരും പഠിച്ചത് മാസ്റ്റർ കി അക്കാഡമിയിൽ തന്നെയാണ്. ഇവർ ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല, ഒരുപാട് പരീക്ഷകൾക്ക് മാസ്റ്റർ കി പഠിച്ചവർ തന്നെയാണ്. ഞങ്ങളുടെ ഒരുപാട് പരീക്ഷകൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങിച്ചവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. മാസ്റ്റർ കി അക്കാഡമിയിൽ ഒരു വിജയിച്ച സ്ഥാപനമാണ്, റിസൾട്ട് ഉള്ള സ്ഥാപനമാണ്. 100-ലധികം ഉദ്യോഗാർത്ഥികൾ ഓരോ വർഷവും ഗവൺമെന്റിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് മാസ്റ്റർ കി അക്കാഡമി ജോയിൻ ചെയ്യാം. ഇനി സയന്റിഫിക് അസിസ്റ്റന്റ് പത്തോളജി എങ്ങനെ പഠിക്കും, അതാണ് ആദ്യത്തെ കാര്യം. ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ ഞാൻ MSc കെമിസ്ട്രി, എൻ്റെ ക്വാളിഫിക്കേഷൻ MSc കെമിസ്ട്രിയാണ്. ഇപ്പം ഞാനിപ്പോൾ പഠിക്കാൻ വേണ്ടി പോവുക. ഞാൻ ഈ 45 അല്ലെങ്കിൽ 60 ദിവസം കൊണ്ട് ഈ MSc ലെവലിലെ സുവോളജി പഠിച്ചെടുക്കാൻ പാടായിരിക്കും. എന്നാൽ പഠിക്കേണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നത്, ഞാൻ MSc കെമിസ്ട്രിയാണ് ക്വാളിഫിക്കേഷൻ, എൻ്റെ MSc കെമിസ്ട്രിയുടെ ഫുള്ള് പഠിക്കുക. സുവോളജിക്കാരാണ് എന്ത് ചെയ്യണം, MSc സുവോളജിയുടെ എല്ലാം പഠിക്കുക. പഠിക്കുന്നത് വെറുതെ പഠിച്ചു പോകണ്ട, ഞങ്ങൾ സ്റ്റഡി പ്ലാൻ തരാം. 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ. അതിന് കാരണമുണ്ട്. ആദ്യത്തെ 3 ദിവസം ഡേ 1, 2, 3, അതായത് ജൂലൈ 2, 3, 4 പഠിക്കേണ്ടത് സുവോളജിയിലെ ഫസ്റ്റ് മൊഡ്യൂള്. ഡേ 4, 5, 6 ജൂലൈ 5, 6, 7 കെമിസ്ട്രിയിലെ ഫസ്റ്റ് മൊഡ്യൂള്. അപ്പൊ നിങ്ങൾ ഇന്നിക്ക് സാറേ, ഞങ്ങൾ കെമിസ്ട്രിക്കാരെ സുവോളജി പഠിക്കണോ, സുവോളജി കെമിസ്ട്രി പഠിക്കണോ? ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഈ 6 ദിവസം കിട്ടും. 6 ദിവസവും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏതാണോ സബ്ജക്ട് അത് പഠിക്കുക. ആത്മാർത്ഥമായി പഠിക്കുക. അങ്ങനെ ഓരോ മൊഡ്യൂൾ പഠിക്കാനും നിങ്ങൾക്ക് 6 ദിവസം വീതം കിട്ടും. അങ്ങനെ പഠിച്ചു കഴിയുമ്പം, അതായത് എനിക്ക് തോന്നുന്നു ഡേ 50 ആകുമ്പോൾ തന്നെ ഓഗസ്റ്റ് 19, 20, അതായത് ഓഗസ്റ്റ് 20-ാം തീയതി ആകുമ്പോൾ തന്നെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആകും, സിലബസ് ഫിനിഷ് ആകും. മനസ്സിലാക്കണം, 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളും പഠിക്കാനുള്ള സമയം തരുന്നുണ്ട്. കൃത്യമായി പഠിച്ചാൽ 50 ദിവസം നിങ്ങൾ മൊഡ്യൂൾ ഫിനിഷ് ആകും. അപ്പം കെമിസ്ട്രിക്കാർ പറയും, ഞാൻ കെമിസ്ട്രി ഫിനിഷായി, സുവോളജി ഫിനിഷായി. അപ്പം ഇത് പരസ്പരം എങ്ങനെ പഠിക്കും? അതിന് ഞങ്ങൾ ചെയ്ത മാർഗം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ ഓരോ മൊഡ്യൂളിലെയും മാക്സിമം ചോദ്യങ്ങളും എക്സ്പ്ലനേഷനും നിങ്ങളിലേക്ക് എത്തിക്കും. മിനിമം 100 ചോദ്യമെങ്കിലും. ഓരോ മൊഡ്യൂളിലെയും മിനിമം 100 ചോദ്യവും അതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങളിലേക്ക് എത്തിക്കും. PDF രൂപത്തിൽ. നിങ്ങൾ അത് പഠി. 10 മാർക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന 10 മാർക്ക്. കെമിസ്ട്രിക്കാർ സുവോളജിക്കാർ കെമിസ്ട്രി പഠി. നിങ്ങൾക്ക് സമയം കിട്ടും, നിങ്ങൾ പഠിക്കുക. അങ്ങനെ പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ മനസ്സിൽ പറയും, എനിക്ക് കെമിസ്ട്രി ഒരു നോക്കി, സുവോളജിയുടെ PDF നോക്കി. ഇനി സുവോളജിക്കാർ പറയും, സുവോളജി മൊത്തം ഞാൻ പഠിച്ചു, കെമിസ്ട്രിയുടെ PDF നോക്കി, അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ കണ്ടു. അങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോകാം. ഈ ഒറ്റയ്ക്കെതിരെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം. അവർക്ക് ലഭിക്കാത്തതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് പഠിച്ചാൽ ഒന്നും ഒത്തത്തില്ല ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക്. കെമിസ്ട്രി മാത്രമാണ് ഓക്കെ, സുവോളജി മാത്രമാണ് ഓക്കെ. പക്ഷെ ഇത് രണ്ടും കമ്പൈൻഡ് വന്നപ്പോഴത്തേക്ക് ഒരു സപ്പോർട്ട് വേണം. ഞാൻ എപ്പോഴും ഇന്റർവ്യൂ ചെയ്യാൻ പോകും, ഈ 1ാം റാങ്ക് കിട്ടിയ ആൾക്കാർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ അവർ പറയുന്നതാണ്, സാർ ഞങ്ങൾ സെൽഫായിട്ട് പഠിക്കുമായിരുന്നു, പക്ഷേ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനും എന്താണ് ഉപകാരപ്പെട്ടു. കാര്യം നിങ്ങളുടെ ക്ലാസ്സുകൾ ആദ്യം കാണും, നിങ്ങളുടെ നോട്ടുകൾ പ്രിന്റ് എടുത്ത് വെക്കും, നിങ്ങളുടെ എക്സാമ്പിൾ കൃത്യമായിട്ട് എഴുതും, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യും, ഒപ്പം ഞാൻ സെൽഫായിട്ട് പഠിക്കും.
ആ സെൽഫായിട്ടുള്ള സ്റ്റഡിയാണ് കൂടുതലായി വേണ്ടുന്നത്. കാരണം എന്താ, അത് 200-300 ആൾക്കാർ മത്സരിക്കുമ്പം നമുക്ക് വിജയിക്കണം, നമ്മൾ നന്നായി പഠിക്കണം. എല്ലാവർക്കും ഒരേ ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥത പറയട്ടെ, നിങ്ങൾ മാസ്റ്റർ കെക്കിൽ ജോയിൻ ചെയ്യുക. ഫീസ് വെറും 3500 രൂപ മാത്രം. കേരളത്തിലെ ഏറ്റവും ചെറിയ ഫീസിൽ വലിയ വിജയം നേടിയ സ്ഥാപനത്തിൽ വെറും 3500 രൂപ അടച്ചാൽ ഇപ്പൊ കുറെ കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ട് അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വലിയ വിജയം നേടാൻ പറ്റും. ഞങ്ങളൊപ്പമുണ്ട്, ഞങ്ങൾക്കും വിജയിക്കണം, നിങ്ങൾക്കും വിജയിക്കണം. നിങ്ങൾ ഉയർന്ന റാങ്ക് നേടുമ്പോൾ അത് ഞങ്ങളാണ് വിജയിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.